ദെൻ അഗെയിൻ ഒരു മിനി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്, ഓട്ടോയിലാണ് പോയത്, വേറെ എവിടെയല്ല. ഉമ്മാനും അനിയനും ഒന്ന് കാണിക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പോയതായിരുന്നു കേട്ടോ. നമ്മളൊരു സ്ഥിരം സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ നിർത്തുന്ന ഒരു സ്ഥലമാണ് A1 തട്ടുകട എന്ന് പറഞ്ഞാൽ ഈ ഒരു തട്ടുകട. സോ അവിടുന്ന് ഞാൻ എപ്പോഴും വാങ്ങുന്നത് പപ്സ് ആയിരുന്നു കേട്ടോ. പപ്സിൽ നല്ല ഫില്ലിങ്സ്, നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന പപ്സ് ആയിരുന്നു. അനിയനി ബൂസ്റ്റും പിന്നെ അതുപോലെ തന്നെ ചിക്കനും വാങ്ങി. പിന്നെ നമ്മൾ കാണിച്ചിട്ട് നെസ്റ്റോയിൽ കയറി, സെക്യൂരിറ്റി സെൻറ്റർ നമ്മൾ അവിടുന്ന് നിസ്കരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ കയറിയത് ട്രെൻഡ്സിലായിരുന്നു കേട്ടോ. ട്രെൻഡ്സിൽ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അതൊന്ന് നോക്കി. ഉമ്മ ഒരു കുർത്ത എടുത്തിട്ടുണ്ടായിരുന്നു. കുർത്തക്കൊക്കെ 299 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതിന് 599 രൂപയാണ്. പിന്നെ കുറേ ക്രോപ്പ് ടോപ്സൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറേ ഇയറിങ്സൊക്കെ ഉണ്ട്. എനിക്ക് ഇയറിങ്സിൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ഇയറിങ്സാണ്. സോ നിങ്ങൾക്ക് ഈ ഇയറിങ്സ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറേ റബ്ബേഴ്സൊക്കെ ഉണ്ട്, നമ്മൾ ഹെയറിൽ ഇതാക്കുന്ന റബ്ബേഴ്സ്, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസാണ്. പിന്നെ ടീഷർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. ഒരു ടീഷർട്ടിന് 299 റുപ്യാണ്. നമ്മൾ ഉമ്മാക്കൊരു കുർത്തി വാങ്ങി മാക്സിലേക്ക് വിട്ടു. മാക്സിലും കുറേ ഇയറിങ്സ് ഉണ്ട്, പക്ഷേ അവിടുത്തെ കുറച്ച് ഹെവിയാണ്. എനിക്ക് ഈ ഒരു ഇയറിങ്സാണ് ഇഷ്ടമായത്. പിന്നെ അബ്ദൂന് വണ്ടിയിൽ കയറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയേ. അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. ഇങ്ങനത്തെ ജ്യൂസ് 2 ടൈപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നോമ്പിനൊക്കെ ആണെങ്കിൽ നമ്മളതൊക്കെ വാങ്ങും. പിന്നെ ഡോണറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ സോ ഇതിനൊക്കെ 25 റുപ്പീസാണ്. അപ്പോൾ നല്ല പ്രൈസ് ഉണ്ടായതുകൊണ്ടെങ്കിൽ നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അവിടുന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം കേക്കാണ്. ഡ്രീം കേക്കും ബിസ്ക്കറ്റ്സും വാങ്ങി. പിന്നെ ഡ്രീം കേക്ക് കണ്ട ക്ഷമയിലായിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെ കഴിക്കുകയായിരുന്നു ചെയ്തത്. നല്ല ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് സാധനം മക്കളെ. പിന്നെ നമ്മളൊരു അവിൽ മിൽക്ക് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മടക്കരപ്പാലം കഴിഞ്ഞാൽ ഒരു അടിപൊളി തട്ടുകടയുണ്ട്. സോ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരിയും സ്റ്റിക്കിലായിട്ട് വരുന്ന കാടമുട്ടിയും കല്ലുമ്മക്കായാണ്. ഞാൻ നാരങ്ങളും കുഴിച്ചു. കാടമുട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ ഒന്നുകൂടി വാങ്ങി. ഉമ്മ ചായയാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വൈകുന്നേരം സന്ധ്യാവാനായപ്പോൾ നമ്മൾ അവിടെ എത്തി. പിന്നെ അനിയനും ഞാനൊക്കെ കളിക്കാൻ പോയി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.